നിങ്ങൾ കേൾക്കുന്നത് അമീഷ് ത്രിപാഠി രചിച്ച ചരിത്ര നോവൽ രാവണൻ, ആര്യാവർത്തത്തിന്റെ ശത്രു. വിവർത്തനം കബനി സി. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2021. അധ്യായം 1. ക്രിസ്തുവിനു മുൻപ് 3400 ആണ്ട്. സെൽസെറ്റ് ദ്വീപ്, ഭാരതത്തിന്റെ പടിഞ്ഞാറൻ തീരം. അയാൾ മരണവേദന കൊണ്ട് അലറി വിളിച്ചു. തന്റെ അവസാനമടുത്തെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ വേദന അധിക നേരത്തേക്ക് അയാൾക്ക് സഹിക്കേണ്ടി വരില്ല. പക്ഷേ അതുവരെയും ആ രഹസ്യം അയാൾക്ക് പിടിച്ചുവെക്കേണ്ടതുണ്ട്. അയാളത് ചെയ്തേ തീരൂ, അല്പനേരം കൂടി. അയാൾ മനസ്സ് കട്ടിയാക്കുകയും നിശബ്ദമായി നാമം ചൊല്ലുകയും ചെയ്തു. അതിരില്ലാത്ത ശക്തിയുള്ള ആ നാമജപം, അയാളുടെ ഗോത്രത്തിലെല്ലാവർക്കും പവിത്രമായ ജപം. മലയപുത്രന്മാരുടെ ഗോത്രമാണത്. ജയ് ശ്രീരുദ്രൻ, ജയ് പരശുരാമൻ, ജയ് ശ്രീരുദ്രൻ, ജയ് പരശുരാമൻ. രുദ്രഭഗവാന് സ്തുതി, പരശുരാമന് സ്തുതി. മന്ത്രത്തിൽ മനസ്സുറപ്പിച്ച് അയാൾ കണ്ണുകളടച്ചു, ചുറ്റുപാടുകളെ മറക്കാൻ ശ്രമിച്ചുകൊണ്ട്. ഭഗവാന്മാരെ, എനിക്ക് കരുത്ത് തന്നാലും, കരുത്ത് തന്നാലും. പ്രതികാരപുരുഷൻ ഇരയുടെ മേൽ മറ്റൊരു മുറിവ് കൂടി ഏൽപ്പിക്കാൻ തയ്യാറെടുത്ത് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ആഞ്ഞടിക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീ പരുക്കൻ മട്ടിൽ അയാളെ പിടിച്ചുമാറ്റി. അവൾ കുപിതമായ കണ്ഠസ്വരത്തിൽ പിറുപിറുത്തു. ഖരൻ, ഇതുകൊണ്ട് കാര്യമില്ല. ലങ്കയുടെ സൈന്യത്തിലെ വിഭാഗങ്ങളിലൊന്നിന്റെ സേനാധിപതിയായ ഖരൻ അയാളുടെ ബാല്യകാല സഖിയായ സമീചിയുടെ നേരെ തിരിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ സമീചി വടക്കൻ ഭാരതത്തിലെ ചെറു സാമ്രാജ്യമായ മിഥിലയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ പദവി ഉപേക്ഷിച്ചതു മുതൽ അവളൊരിക്കൽ താൻ സേവിച്ച രാജകുമാരിയുടെ വിശേഷങ്ങൾ തേടി നടക്കുകയാണ്. സീതയുടെ വിശേഷങ്ങൾ. ഈ മലയപുത്രൻ ഒരു കടുങ്കെട്ടാണ്, ഖരൻ പിറുപിറുത്തു. ഇയാളെ തകർക്കാൻ പറ്റുന്നില്ല. മറ്റേതെങ്കിലും വഴിയിൽ നമുക്ക് ആ വിവരം കണ്ടെത്താൻ ശ്രമിക്കാം. അതിനുള്ള നേരമില്ല. സമീചിയുടെ പിറുപിറുപ്പ് അടിയന്തര സാഹചര്യത്താൽ പരുക്കനായിരുന്നു. അവൾ പറയുന്നത് നേരാണെന്ന് ഖരൻ അറിയാം. ആ വിവരം തരാൻ ഏറ്റവും സാധ്യതയുള്ളയാളാണ് പീഡനയന്ത്രത്തിൽ കിടക്കുന്നത്. അയാൾക്ക് മാത്രമേ സീതയും ഭർത്താവായ രാമനും അവരെ അനുഗമിക്കുന്ന 16 മലയപുത്രന്മാരായ ഭടന്മാരും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയാനാകൂ. ആ വിവരം ചോർത്തിയെടുക്കേണ്ടത് എത്രമാത്രം അടിയന്തരമാണെന്നും ഖരൻ അറിയാം. സമീചിയുടെ യഥാർത്ഥ പ്രഭുവിന്റെ പ്രീതി നേടാൻ അവർക്കുള്ള അവസരമായിരുന്നു അത്. ഇരൈവൻ എന്നവൾ വിളിക്കുന്ന രാവണനായിരുന്നു അത്, ലങ്കയുടെ രാജാവ്. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇയാളിനി അധികനേരം ഉണ്ടാവില്ല. നിരാശ മറച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഖരൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇയാൾ വാതുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഖരന് പ്രതികരിക്കാൻ കഴിയുന്നതിനു മുൻപ് സമീചി മലയപുത്രനെ വിലങ്ങിട്ട് കിടത്തിയിരിക്കുന്ന പീഡനയന്ത്രത്തിനടുത്തേക്ക് തിടുക്കത്തിൽ നടന്നു. അവൾ അയാളുടെ കച്ച വലിച്ചുപറിച്ച് ദൂരേക്കെറിഞ്ഞു. പിന്നീടവൾ അയാളുടെ അടിവസ്ത്രവും പിടിച്ചുവലിച്ചു. ആ പാവം മനുഷ്യൻ പൂർണ്ണനഗ്നനാവുകയും നാണക്കേടുകൊണ്ട് ഞെരങ്ങുകയും ചെയ്തു. ഖരൻ പോലും ഞെട്ടിപ്പോയി. സമീചി, ഇത്? സമീചി രൂക്ഷമായി നോക്കിയതോടെ അയാൾ നിശബ്ദനായി. മർദ്ദകർക്ക് പോലും പെരുമാറ്റച്ചട്ടമുണ്ട്, ഭാരതത്തിലെങ്കിലും. പക്ഷേ സമീചിക്ക് അതിനെ ധിക്കരിക്കാൻ യാതൊരു മനസ്താപവുമില്ല. മലയപുത്രന്റെ വായ പരിഭ്രമത്താൽ പിളർന്നു. വരാൻ പോകുന്ന വേദനയെ മുൻകൂട്ടി കാണുന്നതുപോലെയായിരുന്നു അത്. സമീചി അടുത്തു കിടന്നിരുന്ന അരിവാൾ കയ്യിലെടുത്തു. അതൊരു വശത്ത് ആപത്കരമാം വണ്ണം മൂർച്ചയുള്ളതും മറുവശത്ത് പല്ലുകളുള്ളതുമായിരുന്നു. പരമാവധി വേദന അനുഭവിപ്പിക്കാനായി മെനഞ്ഞെടുത്ത ക്രൂരമായ ആയുധമായിരുന്നു അത്. അവൾ കയ്യിൽ അരിവാളുമായി പീഡനയന്ത്രത്തിന്റെ അടുത്തേക്ക് നീങ്ങി. അവൾ അതുയർത്തിപ്പിടിക്കുകയും Sample complete. Ready to continue?